ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോൾ എന്നോട് വന്ന് പറയുന്നത് ആളുടെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്കൊരു സർപ്രൈസ്ഡ് കേക്ക് കൊടുക്കണം, 24-ാം തീയതിയാണ് ഡേറ്റ് എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ക്രിസ്മസിൻ്റെ തലേന്നുള്ള 24 എന്ന് ചോദിച്ചു. അതല്ല, ജനുവരി 24 കേട്ടോ അവൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു മാസത്തിന് മുന്നേ എനിക്ക് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നൊരു കേക്കാണ് കേട്ടോ ഇത്. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ജനുവരിയിൽ സ്കൂൾ തുറന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞ് എന്നും വൈകിട്ട് വരുമ്പോഴേക്കും ജനുവരി 24 മറക്കരുത് കേട്ടോ എന്നെന്നും പറയുന്നു. അപ്പോൾ പിള്ളേരല്ലേ, എന്താണ് കൺഫർമേഷനോ കാര്യങ്ങളോ ഒന്നും അറിയാത്ത കാരണം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ആൾ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ആൾക്ക് എഴുതി കൊടുത്തു വിട്ടു, ഏത് കേക്ക് വേണം, വെയിറ്റ്, കേക്കിൽ എന്താണ് എഴുതേണ്ടത്, എത്ര മണിക്ക് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. അതേപോലെ തന്നെ അന്ന് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നപ്പം എല്ലാ ഡീറ്റെയിൽസും എഴുതിക്കൊണ്ടാണ് കേട്ടോ ആൾ വന്നത്. അങ്ങനെ 24-ാം തീയതി ആയി. 24-ാം തീയതി കേക്കൊക്കെ റെഡിയാക്കി. ആൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചത് ഫ്രണ്ടിൻ്റെ അമ്മയുടെ ബർത്ത്ഡേയുടെ കേക്ക് റെഡിയാക്കിയെന്നാണ് കേട്ടോ. ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ കേക്ക് കൊടുക്കാൻ അവളും കൂടി വരുമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്ന് കൊടുക്കാനായിട്ട് വേറൊരു 1/2 kg കേക്കും കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് 1/2 kg റെഡ് വെൽവെറ്റും എനിക്ക് വേറെ കൊടുക്കാനുള്ളത് 1/2 kg ചോക്ലേറ്റ് ട്രഫിളും ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻ്റൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ആ പ്രിൻ്റൊക്കെ വെച്ച് കൊടുത്ത് ഹാപ്പി ബർത്ത്ഡേ അമ്മീന്ന് അവൾ എഴുതാൻ പറഞ്ഞ പോലെ റൈറ്റിങ്സും കൊടുത്ത് ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ചോക്ലേറ്റ് ട്രഫിളും കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ ഉമ്മയുടെ ബർത്ത്ഡേ സർപ്രൈസ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അവളും കൂടി ഈ ഒരു മാസത്തെ ഒരു കൺഫർമേഷൻ എന്നും ഡെയിലി എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന കേക്ക് അന്ന് ഞങ്ങൾ ഡെലിവറി ചെയ്തേ. അങ്ങനെ സർപ്രൈസായിട്ട് ഞങ്ങൾ കൊണ്ട് എത്തിച്ചു കൊടുത്തു. അവളാണ് കേക്ക് കൊണ്ട് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇതൊരു പെരുമ്പിളിച്ചറേ കൊടുക്കാനുള്ള ചോക്ലേറ്റ് ട്രഫിൾ അതും ഡെലിവറി ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്